to my YouTube channel. Oh my god. COVID-19 രക്ഷാപ്രവർത്തനത്തിനൊന്നുമല്ല കേട്ടോ. സോ ഞങ്ങളുടെ പുതിയ ഹൗസിൽ പുതിയ വീട്ടിലേക്കാണ്. സോ ഞങ്ങൾ രണ്ടുപേരുടെ ക്ലീനിങ് പ്രോസസ്സാണ് കേട്ടോ. ഞങ്ങൾക്ക് ക്ലീനിങ് കമ്പനിക്കാർ ഞങ്ങൾ ഒത്തിരി പേരെ വിളിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ട ടൈമിൽ അവർ കിട്ടുന്നില്ല. സോ ഭയങ്കര ബിസിയാണ്. ക്ലീനിങ്കാർക്കൊക്കെ ഭയങ്കര അപ്പോയിൻമെൻ്റാണ്. അവർക്ക് ഓരോ ദിവസം അവരുടെ ഓരോരോ വർക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. സോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് മേടിച്ചാൽ പോരുള്ളൂ, കയറും കൂടെ ചെയ്യട്ടെ. സോ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെ കൂടിയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഭയങ്കര വലിയൊരു ടാസ്ക് ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ബട്ട് ഓൾമോസ്റ്റ് ഡൺ കേട്ടോ. അപ്പം ഞങ്ങളുടെ പണി സാധനങ്ങളൊക്കെ കുറേ കൊണ്ടുപോയി വീട്ടിൽ നിന്ന്. അതോടൊപ്പം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വണ്ടിയിൽ കയറാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വാട്ട് ഇൻ മൈ ഹൗസ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ വീട്ടിലിപ്പം നമ്മുടെ സാധനങ്ങളൊന്നും കേട്ടിട്ടില്ല. ഈ വീട് ഞങ്ങളെ വാങ്ങിച്ചപ്പം എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഈ വീടിനകത്തുള്ളതെന്ന് കാണിക്കാം. ഞങ്ങൾ വാങ്ങിച്ചപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ വീട് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം ഇവർ നമുക്ക് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളത് ക്ലീനിങ്ങും മോപ്പിങ്ങും അകലെ ഇവിടുത്തെ ബ്ലൈൻഡ്സ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ബ്ലൈൻഡ്സ് ക്ലീൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് നമുക്കൊരു പുതിയൊരു ഹൗസ് കിട്ടുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നൊക്കെ പറയാം. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ എന്താണ് അങ്ങനെ പറയും. അതായത് നമുക്ക് ഇവിടെ ഒരു 3 ചെയറാണ് തോന്നുന്നു. ഇവിടെ ഒരു 3 ചെയർ ഇട്ടാൽ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, അതിനാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ഹോം ടൂറൊക്കെ ചെയ്യാം. സോ ബിഫോർ ദാറ്റ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഞാനൊരു ലൈറ്റ് ഇടട്ടെ. സോറി ഗൈസ്, ലൈറ്റ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. പിന്നെ വരുന്ന കാര്യം ഗ്യാസ് അടുപ്പാട്ടോ. ഇത് ഗ്യാസ് അടുപ്പ്. ഞങ്ങൾ ഇത്രയും നാൾ താമസിച്ചിരുന്ന വീട്ടിൽ എന്താണ് ഇലക്ട്രിക് ഓയിൽ ഇലക്ട്രിക്കിൻ്റെ ഇതായിരുന്നു. ബട്ട് ഇത് ഈ വീട്ടിൽ നമുക്ക് ഗ്യാസാണ്. ഞങ്ങൾക്ക് പേഴ്സണലി ഗ്യാസാണ് ഇഷ്ടം. കൂടുതൽ ഇന്ത്യൻ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗ്യാസ് ആയിരിക്കും ഇഷ്ടം. കാരണം അത് കറക്റ്റായിട്ട് നല്ല ഫ്ലെയിമുമാണ്, പെട്ടെന്നാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ കുക്കിങ്ങിന് ഇതാക്കാൻ ബെസ്റ്റ്. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ നല്ലൊരു ഓവനുണ്ട്. ഓവനല്ല, അവൻ. ദാറ്റ്സ് എ പ്രൊനൗൺസിയേഷൻ. അവൻ ഓക്കെ സംഭവമുണ്ട് കേട്ടോ. ഇത് 1 2 3 4 5 ബേണറിൻ്റെയാണ്. പിന്നെ വരുന്നത് ഇത് അവൻ തന്നെയാണല്ലോ. അപ്പോൾ ഇതെന്നാ, ഇത് വലിയ അവൻ, ഇത് വേറൊരു അവൻ. ഇത് മൈക്രോവേവ്. സോറി, ഇത് മൈക്രോവേവ്. ദൈവമേ, ഒരു ബോധം വെക്കണമില്ല അത് വീഡിയോ ഒക്കെ എടുക്കാനാണ്. അപ്പോൾ ഇതാണ് മൈക്രോവേവ് കണ്ടോ. നല്ല വലിയതാട്ടോ അത്യാവശ്യം. ഇതൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് വീട് വാങ്ങിക്കുവാൻ നമുക്കിവിടെ തരുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള എന്നാ പറയണേ കിച്ചൺ കബോർഡ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ കിച്ചൺ കബോർഡുകളുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മളുടെ വാഷ് ബേസിൻ. അല്ല, ഞാൻ പറയുമായിരുന്നു ഇത് സംഭവം ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. ബട്ട് ഇത് കണ്ടോ, ഈ സാധനം ഗ്രൈൻഡ് ചെയ്യുന്നത്, അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇതെന്ന് വെച്ചാൽ ഈ സംഭവത്തിനകത്ത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, അതായത് ഫ്രൂട്ട്സ് പോട്ടെ, നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ നമ്മൾ എന്നിട്ട് ഈ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വേസ്റ്റ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് പൊക്കോളും. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഒന്നും ഉണ്ടാകത്തില്ല. മെയിനായിട്ട് അതാണ് ഫുഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സംഭവമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മുടെ ഡിഷ് വാഷർ കേട്ടോ. ഡിഷ് വാഷർ എന്താണെന്ന് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മിക്കവാറും ഉണ്ടല്ലോ അല്ലേ, കൂടുതൽ സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു. സോ ഇത് ചുമ്മാ ഓൺ ചെയ്തിട്ടേക്ക് എത്ര നേരം, നല്ല ചൂട്, കഴുകിയോ? ഓക്കെ, അങ്ങനെ. അപ്പം ഇതിൻ്റെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴുകി തരും. പിന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും ഉണ്ട് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ ഫ്രിഡ്ജാട്ടോ, നല്ല കലക്കൻ ഫ്രിഡ്ജാണ്. ഇത് പക്ഷെ തുറക്കാൻ മേല കേട്ടോ. ഇത് കണ്ടമാനം പുറകോട്ട് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു.
ഇത് അകിൽ ഇത് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ നല്ല സൂപ്പർ ക്ലീനിങ് ആയിരുന്നു. നമ്മുടെ സാധനങ്ങളെല്ലാം പുറത്തോട്ട് നീക്കി അവിടെ ആ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം തുടങ്ങാം. അപ്പം നമ്മൾ ഫ്രിഡ്ജ് കണ്ടോ, നല്ല വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജാണ്. നമ്മുടെ ക്യൂബ് ഐസ് ക്രഷ് ചെയ്ത് വരും, ഐസ് ഉണ്ട്, വാട്ടറുണ്ട്, പിന്നെ ക്യൂബ് ഏത് രീതി വരുന്നത് വേണം. ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ നമ്മുടെ ഐസ്. അപ്പം ഇതാണ് ഫ്രിഡ്ജ്. ബട്ട് ഞങ്ങൾക്ക് ഓൾറെഡി ഫ്രിഡ്ജ് ഉണ്ട്. ഞങ്ങളുടെ ഫ്രിഡ്ജ് ഇതിൽ നല്ല സെറ്റപ്പ് സാധനം കേട്ടോ, പിന്നെ കാണിച്ചു തരാം. അപ്പം നമ്മളിത് ഈ ഫ്രിഡ്ജ് ഇതെടുക്കത്തില്ല. നമ്മുടെ ഈ ഫ്രിഡ്ജ് നമ്മൾ മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഇതിൽ നല്ല അടിപൊളി ഫ്രിഡ്ജ് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ടൈം കഴിഞ്ഞ വർഷം മേടിച്ചതാണ് പുത്തൻ നല്ല അടിപൊളി ഫ്രിഡ്ജ്. സോ ഞങ്ങൾ ആ ഫ്രിഡ്ജ് എടുത്ത് ഞങ്ങൾ ഗരാജിൽ കൊണ്ടുവെക്കും. വിൽക്കത്തില്ല, ഞങ്ങൾ ഗരാജിൽ വെക്കും. പിന്നെ സ്ട്രൈറ്റ് ടു നമ്മുടെ ബാത്റൂമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ 2 വാഷ് ബേസിനുണ്ട്. 2 വാഷ് ബേസിന് ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ക്ലോസറ്റാണ്. ഐ മീൻ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. സോ ഇവിടെ 2 വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം അകിലിനും ഒരെണ്ണം എനിക്കും. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തതല്ല കേട്ടോ, ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. ഞങ്ങളിപ്പോഴേ ഡിസൈഡ് ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഏതാണെന്നുള്ളത്. സോ ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഷവറുണ്ട്, ഇതേപോലെയൊക്കെ തന്നെ ബാക്കിയുള്ളതിലടുത്ത് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെയും കബോർഡുകളുണ്ട് കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡുണ്ട്. പിന്നെ നമ്മുടെ തുണിയൊക്കെ വെക്കാനുള്ള ക്ലോസറ്റ്. ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ക്ലോസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഡ്രസ്സിങ് റൂമിനെ ക്ലോസറ്റ് എന്ന് പറഞ്ഞത്. സോ ഇതൊരു വാക്കിൻ ക്ലോസറ്റാണ്. നമുക്ക് അകത്ത് കയറേണ്ടത്. ഒരു ഡോറൊക്കെ സെപ്പറേറ്റ് ഡോറൊക്കെ ആയിട്ട് നമുക്കിതിനെ തൂക്കിയിടാം. പിന്നെ മറ്റു റൂമുകളിലും എല്ലാ റൂമിലും ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ വാർഡ്രോബില്ലേ, അലമാര, അതിന് പകരം ഇവിടെ കൊടുക്കുന്നത് ഈ ഒരു ഇതുപോലെ ക്ലോസറ്റായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ ഡ്രസ്സെല്ലാം തൂക്കിയിടാനുള്ള സെറ്റപ്പ്. അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്ത്, അപ്പോൾ സ്മെല്ലോ പൊടിയോ അങ്ങനെ നടക്കത്തില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു യു എസിലെ എല്ലാ വീടും ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. ബട്ട് ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ മേടിച്ച വീട്ടിൽ ഉള്ള സംഭവങ്ങൾ. പിന്നെ വേറെ ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ബാത്ത് ടബാണേ. സോ ഞാനിപ്പോൾ ക്ലീനിങ് പ്രോസസ്സ് ആയതുകൊണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ മെസ്സായി കിടക്കുകയാണ്. ഇത് ബാത്ത് ടബാണ്. ഇവിടെ ബാത്ത് ടബിലാണ് കുളിക്കുന്നത് കേട്ടോ. കണ്ടോ, ഷവർ എന്നുവെച്ചാൽ ഇവിടെ കട്ടനിടും. നമുക്കൊരു ഷവർ ബൂത്ത് ഒന്നില്ല, നമുക്ക് ഗ്ലാസ് ഇട്ടിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കട്ടൻ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഷവർ കട്ടനുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ സ്ട്രെയിറ്റ് ടോയ്ലറ്റ്. പിന്നെ ബാക്കിയുള്ള റൂമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അലമാരയ്ക്ക് പകരം കണ്ടോ അതെ ഇതേപോലെ ഓരോ ക്ലോസറ്റാണ് അലമാരയ്ക്ക് പകരം. നമ്മൾ ഡ്രസ്സിങ്ങനെ തൂക്കിയിടുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പാറ്റിയോ ഉണ്ട്. ലൈക്ക് ചെറുതായിട്ട് നമുക്ക് ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ വിചാരിക്കുന്ന ഇവിടെ ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അതിൻ്റെ പുറത്ത് കണ്ടോ അതിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ബാക്ക് യാർഡ് കേട്ടോ. ഇതിന് ബാക്കിൽ റോഡാണ്. പിന്നെ അതുകൊണ്ട് അവിടെ ഒരു സ്കൂൾ പണിതുകൊണ്ടിരിക്കുകയാണേ. കണ്ടോ, എലമെൻ്ററി സ്കൂൾ, അതായത് 1 തൊട്ട് 6 വരെയുള്ള സ്കൂളുണ്ട് നേരെ ബാക്കിൽ. ഇതിന് നേരെ തൊട്ട് പറയും ഈ ഫെൻസിൻ്റെ ബാക്കിൽ മെയിൻ റോഡാണ്. അപ്പോൾ അവിടെ സ്കൂള് പണിതുകൊണ്ടിരിക്കുക. പിന്നെ തൊട്ടടുത്തടുത്താണ് വീടുകൾ. കണ്ടോ എന്തൊരു വീടുകൾ. നമ്മളൊരു ആക്ച്വലി കുന്നിൻ്റെ മേളിലാണ്. സോ ഒരു ക്ലീനിക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമുക്കൊരു പെട്ടെന്നൊരു ക്വിക്ക് വീഡിയോ അങ്ങ് ചെയ്തേക്കാം. നമ്മുടെ വീടിൻ്റെ അകത്ത് ഇപ്പം എം ടി ആണല്ലോ. അപ്പോൾ എം ടി ഹോമിൽ എന്തൊക്കെയായിരിക്കാം ഉള്ളതെന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം. അതുവരേക്കും ബൈ.